കോടതി മുറികളിൽ കേൾക്കാറുള്ള ചില സ്ഥിരം പ്രയോഗങ്ങളുണ്ട്. പ്രതിഹാജരുണ്ടോ 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 എന്നിങ്ങനെ 3 തവണ ആവർത്തിച്ചുള്ള ചോദ്യം. ഉത്തരമായി പ്രതിഹാജരുണ്ട് എന്നതും നാം കേട്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഭാസ്കര പട്ടേലരും എൻ്റെ ജീവിതവും എന്ന പ്രശസ്ത എഴുത്തുകാരൻ സക്കറിയയുടെ കൃതി അടൂർ ഗോപാലകൃഷ്ണൻ വിധേയൻ എന്ന പേരിൽ ചലച്ചിത്രമാക്കിയപ്പോൾ ആ ചിത്രത്തിൻ്റെ സർഗാത്മകമായ ഉടമസ്ഥാവകാശം സംബന്ധിച്ചിട്ട് ഇരുവരും തമ്മിൽ ആഴ്ചകൾ നീണ്ട ഒരു തർക്കമുണ്ടായി. ആ സമയത്ത് സക്കറിയയ്ക്കെതിരെ അടൂർ ഗോപാലകൃഷ്ണൻ നിരവധി കൊളുത്തുകളും മുനവച്ച വാക്കുകളുമൊക്കെയുള്ള ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിന് മറുപടിയായി സക്കറിയ എഴുതിയ മറുലേഖനത്തിന് നൽകിയ പേര് പ്രതിഹാജരുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഇന്നിതാ നമ്മുടെ ഈ സാഹിത്യോത്സവ പരിപാടിയിലും പ്രതിയാണ് നായകൻ. പ്രതിഹാജരുണ്ട്. മാതൃഭൂമി ആഴ്ച പതിപ്പിലെ ജനപ്രിയമായ പ്രതിവാര പങ്ക്തിയായ അക്ഷരം പ്രതി എന്ന കോളത്തിൻ്റെ രചയിതാവും അതേ പേരിൽ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പുസ്തകത്തിൻ്റെ രചയിതാവുമായ പ്രശസ്ത നിരൂപകനും മാധ്യമപ്രവർത്തകനുമായ ശ്രീ KC നാരായണനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അക്ഷരം പ്രതിയുടെ രചയിതാവ് നമ്മോടൊപ്പമുണ്ട് എന്ന് നേരെ പറയുന്നതിന് പകരം അക്ഷരം പ്രതിഹാജരുണ്ട് എന്നും പറയാം. ഭാഷ കൊണ്ടുള്ള പലതരത്തിലുള്ള ലീലകളായിട്ട് ഈ പറച്ചിലിനെ കരുതിയാൽ മതി. ശ്രീ KC നാരായണൻ, സ്വാഗതം. ഈ രീതിയിലല്ലാതെ മറ്റൊരു രീതിയിൽ താങ്കളെ എളുപ്പത്തിൽ വിശേഷിപ്പിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെയുള്ള പദാവലികൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തത്. പക്ഷേ ഈ പുസ്തകത്തോട്, നമ്മൾ ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ഈ പുസ്തകത്തോട് നീതി പുലർത്തുന്നതായോ എൻ്റെ ഈ പറച്ചിൽ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഞാൻ ആ തലക്കെട്ടിനെ പറ്റി ഒന്ന് പറഞ്ഞോട്ടെ. തലക്കെട്ടിനെ കുറിച്ച് തന്നെ പറയണം. കാരണം ഈ പുസ്തകത്തിന്റെ ശീർഷകം തന്നെ ഒരു പലതരത്തിൽ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു വാക്കാണല്ലോ. പ്രതി എന്ന വാക്ക് നമ്മൾ പൊതുവെ കോടതി വ്യവഹാരവുമായിട്ടും മറ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. അതിനെ അക്ഷരത്തിന്റെ മുമ്പിലേക്ക് ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന അധികാർത്ഥം പറഞ്ഞോളൂ. ഇത് ആദ്യമായിട്ട് ഈ വാക്ക് പ്രയോഗിച്ചത് മേതിൽ രാധാകൃഷ്ണൻ. അയാള് വാക്കിന്റെ ഈ ലീല വളരെ ഗംഭീരമായിട്ട് നടത്തിയിരുന്ന ഒരാളാണ്. മേതിൽ രാധാകൃഷ്ണന് ശേഷം ഈ വാക്ക് പിന്നീട് ഉപയോഗിക്കുന്നത് കരുണാകരനാണ്, കഥാകൃത്ത്. ഈ രണ്ടാളുടെയും ഉപയോഗം കഴിഞ്ഞതിന് ശേഷമാണ് മാതൃഭൂമി ആഴ്ചവെപ്പിലേക്ക് സുഭാഷ് ചന്ദ്രൻ ആ വാക്കിനെ, അതിന്റെ പൂർവ്വചരിത്രം അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ എന്ന് എനിക്കറിയില്ല, അത് നിർദ്ദേശിച്ചതും എന്നോട് എഴുതാൻ പറഞ്ഞു. അപ്പൊ എന്നോട് എഴുതാൻ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഒരു കാര്യമുണ്ട്, രസകരമായ കാര്യം. ഇവിടെ പല ആളുകൾക്കും മലയാള ഭാഷയിലത്തെ എല്ലാ അക്ഷരങ്ങളും എഴുതാൻ അറിഞ്ഞുകൂടാ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ അറ്റ്ലീസ്റ്റ് ആ ഞങ്ങളുടെ സഹപ്രവർത്തകരിലായ ചിലക്കെങ്കിലും ഒരു പാഠമാവട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ അക്ഷരം പ്രതി എന്നുള്ള പേരിൽ KCയോട് എഴുതാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാം. അപ്പൊ എനിക്ക് ഇതിന് എന്താണ് ഈ കോളം എഴുത്ത്, എന്താണ് അതിന്റെ ഗുട്ടൻസ് എന്നൊന്നും എനിക്ക് ഒരു പിടിയുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തായ MN കാരശ്ശേരിയോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കോളം ചെയ്യാൻ പറയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഇതിന്റെ വിവരമില്ല. അപ്പൊ അയാൾ പറഞ്ഞു താനങ്ങടെ എഴുതിക്കോ, ഒക്കെ ശരിയാവും എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഞാൻ ആദ്യത്തെ അതിലത്തെ ലേഖനം യേശുദാസ് താരമല്ലത്രേ എന്നാണ്. അപ്പൊ അതിന്റെ തമാശ എന്താ വെച്ചാൽ, എല്ലാവരെയും നമ്മളിപ്പോ നടന്മാരെന്ന് പറയുമ്പോൾ ഒരു ജോലി ചെയ്യുന്ന ആണല്ലോ നടനം. ആ കലയിൽ പ്രവീണരായ ആളുകളാണ്. പക്ഷെ അവരെ നടൻ എന്നല്ല വിളിക്കുക, താരം എന്നാണ്. അത് അത്ഭുത. എന്നാൽ അവര് ചെറിയ ആൾ, ഒരു സീരിയലിൽ ഒരു ദിവസം വന്നു പോയ ആൾ പോലും താരമാണ്. പക്ഷെ പാട്ടുകാരെ ഒരാളെയും താരം എന്ന് വിളിക്കില്ല. ഇപ്പൊ യേശുദാസ് എത്രയോ കാലം നമ്മുടെ ജീവിതത്തിന്റെ, എന്റെയൊക്കെ ജീവിതത്തിന്റെ ഒപ്പം എന്ന് പറയാവുന്ന മട്ടിൽ 60-70 കൊല്ലക്കാലം അദ്ദേഹം സുവർണ ശോഭയോടുകൂടി താരമായിട്ട് നിന്ന ആളാണ്, ശബ്ദതാരമാണ്. പക്ഷെ അദ്ദേഹത്തെ, യേശുദാസിനെ ഒരു താരം എന്നൊരാളും വിളിക്കാറില്ല. ഈ വൈരുദ്ധ്യത്തെ കുറിച്ചും ഈ വെറുതെ അത്യുക്തി കൊണ്ട് ഈ ആളുകളെ താരം, ഫുട്ബോൾ താരം, എന്തത് കാര്യം? ഒരു ഫുട്ബോളർ എന്നല്ലാതെ ഇംഗ്ലീഷിൽ പറയില്ല. സ്റ്റാർ എന്ന് ഇംഗ്ലീഷിൽ പറയില്ല, ഫുട്ബോൾ സ്റ്റാർ എന്ന് പറയാറില്ല. പക്ഷെ ഇവിടെ ഫുട്ബോൾ താരമാണ്, TV താരമാണ്. അങ്ങനെയൊക്കെ അത്യുക്തി നൽകിയിട്ട് പൊലിപ്പിച്ചെടുക്കുന്ന ആ സമ്പ്രദായത്തിനെ കളിയാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ടാണ് ഇത്രയും കൊല്ലം പാടിയ യേശുദാസ് താരമല്ല. യേശുദാസിനെ താരം എന്ന് വിശേഷിപ്പിക്കാറില്ല, പാട്ടുകാരെ ആരെയും താരം എന്ന് വിശേഷിപ്പിക്കാറില്ല. നടനോ നടിക്കോ മാത്രം അവകാശപ്പെട്ടതാണ് ഈ താരം എന്നുള്ള വാക്ക്.
ഇതെന്തുകൊണ്ട് എന്നുള്ളതാണ് ഞാൻ ആദ്യത്തെ ലേഖനത്തിൽ എഴുതിയത്. അപ്പൊ അത് ഒന്നാമത്തെ പീസ് ഞാൻ അയച്ചു കൊടുത്തു. അപ്പൊ സുഭാഷ് ചന്ദ്രനോട് ചോദിച്ചു ഞാൻ എന്താണ് ഇതിന്റെ പ്രതികരണം. അയാൾ പറഞ്ഞു ഇതിന് ഈ ഫോർമാറ്റ് മതി, ഇത് നന്നായിട്ടുണ്ട്. അപ്പൊ എനിക്കൊരു ആത്മവിശ്വാസമായി. പിന്നെ ഞാൻ അങ്ങനെ എഴുതി ഉദാഹരണത്തിന് പിന്നെ എഴുതുന്നത് രണ്ടാമത്തെ ലേഖനം ഞാൻ എഴുതുന്നത് അത് ഒരു ഇൻസിഡന്റ്. ഞാൻ പൊന്നാനിന്ന് ഒരു കല്യാണം കഴിഞ്ഞ് ബസ്സിൽ വരികയാണ് എൻ്റെ ശ്രീകൃഷ്ണപുരം ഭാഗത്തേക്ക്. അപ്പൊ പൊന്നാനി പടിഞ്ഞാറങ്ങാടിയിലേക്ക് കയറുമ്പോൾ ഒരു ബോർഡ് കണ്ടു, ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അവിടെ ബസ്സിന് 2 സ്റ്റാർട്ട്. പക്ഷെ പട്ടാമ്പിയിൽ എത്തി ബസ്. അപ്പൊ ബസ്സേ ഉള്ളൂ, ബസ് കാത്തിരിപ്പ് കേന്ദ്രം. അപ്പൊ അത്ര 15 കിലോമീറ്റർ ഓടിപ്പോയപ്പോഴേക്ക് ഈ ബസ്സിന്റെ ഒക്കെ ചില പാർട്ടുകൾ ഊരി പോവില്ലേ, പഴയ ചില ലോറികൾക്കും ബസ്സുകൾക്കും ഒക്കെ, അതുപോലെ ഒരക്ഷരം വീണു പോയിരിക്കുന്നു. അവിടെ ബസ് കാത്തിരിപ്പ്. അപ്പൊ ഇതിന് ഒരു ഏകീകരണമില്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഷ എന്നുള്ള അക്ഷരം ചില സ്ഥലത്ത് ഇരട്ടിക്കും, ചില സ്ഥലത്ത് ഇരട്ടിക്കില്ല. തലശ്ശേരി എന്ന് മതിയോ, തലശ്ശേരി എന്ന് വേണോ, എടശ്ശേരി എന്ന് വേണോ, എടശ്ശേരി എന്ന് വേണോ, എടപ്പള്ളി രാഘവൻ പിള്ള എന്ന് വേണോ, എടപ്പള്ളി രാഘവൻ ഡബിൾ പ വേണോ, KG ശങ്കരപ്പിള്ള എന്ന് വേണോ, KG ശങ്കരപ്പിള്ള എന്ന് വേണോ. പേരുകളുടെ കാര്യത്തിൽ നമുക്ക് വിടാം, അത് അവർക്ക് ഇഷ്ടം പോലെ എഴുതാം. പക്ഷെ ഈ നാട്ടുപേരുകളൊക്കെ എങ്ങനെയാ ഈ പ്രസ്സിലെയും ഇവരുടെ ഇഷ്ടം പോലെ മാറ്റുക. പിന്നെ ഞാൻ ഒരു ഉദാഹരണം വന്നു. വൈലോപ്പിള്ളിയുടെ ഒരു കവിത ആരംഭിക്കുന്നത്, കണ്ണീർപ്പാട് എന്നുള്ള കവിത ആരംഭിക്കുന്നത് ബസ് വന്നു പോയിന്ന. അവിടെ സകാരത്തിന് ഇരട്ടിപ്പില്ലെങ്കിൽ ആ കേകാവൃത്തം ശരിയാവില്ല. അവിടെ ബസ് വന്നുപോയി എന്ന് മാറ്റാം, പ്രസ്സുകാർക്ക് മാറ്റാം. പക്ഷെ അപ്പോ ജ്യോതി ബസ് വന്നുപോയോ എന്നാണ് ആളുകൾ വിചാരിക്കുക. ഇത് നല്ല തമാശല്ലേ. ഇങ്ങനെ ഒരു ലഘുവായിട്ടുള്ള ഒരു നർമ്മത്തിൽ നിന്ന് ഞാൻ തുടങ്ങി ചില ചില്ലറ വ്യാകരണം ഒക്കെ അതിൽ കൂടെയൊക്കെ സഞ്ചരിച്ച് അവസാനം ഈ ആഴ്ചത്തെ വാക്ക് എന്നൊരു അവസാനത്തെ ഒരു കുത്തുവാക്ക് എന്ന് പറഞ്ഞ ഒരു കുറച്ചും കൂടി തമാശയായിട്ടുള്ള ഇതിൽ ചെന്ന് അവസാനിക്കുന്ന ഒരു ഘടനയാണ് കുറെ കാലം ഉണ്ടായിരുന്നത്. അത് പൊതു ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത്. ഈ പുസ്തകത്തില് 40 പീസാണുള്ളത്. അപ്പൊ 40 പീസും പൊതുവിൽ ഇങ്ങനെ ഭാഷയുടെ പലതരത്തിലുള്ള പെരുമാറ്റങ്ങളെയും ദുരുപയോഗങ്ങളെയും ഒക്കെ കുറിച്ചാണ് അതിൽ പറയുന്നത്. അപ്പൊ അതിനേക്കാൾ വേറൊരു തമാശയുണ്ട്. ഈ സർക്കാരിന്റെ മലയാളം എന്നുള്ളത് സംസ്കൃത ബഹുലമാണ്. ഉദാഹരണത്തിന് അതിൽ പറയുന്നുണ്ട്, ഈ ലഹരി വിരുദ്ധം കഴിഞ്ഞ കൊല്ലം ഒക്ടോബർ 9 മറ്റോ ആണ് ലഹരി വിരുദ്ധ ലഹരി വിരുദ്ധ പ്രതിജ്ഞ. അത് എല്ലാ കുട്ടികളെ കൊണ്ടും ചൊല്ലിക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അപ്പോൾ 10ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെയും കുട്ടികളൊക്കെയാണ് അതിൽ ഹയർ സെക്കൻഡറിയിലെയും കുട്ടികളൊക്കെയാണ് അതിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇത് ഇന്നിപ്പോൾ പല സ്കൂളുകളും സ്മാർട്ട് സ്കൂളാണ്. അതായത് ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പലിന്റെ മുറിയിൽ ഇരുന്നാൽ അവർക്ക് മൈക്കിലൂടെ എല്ലാ ക്ലാസ്സിലേക്കും ശബ്ദം എത്തിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഹെഡ് മാസ്റ്റർ അവിടെ ഉച്ചരിക്കും, കുട്ടികളൊക്കെ കേൾക്കും, ആ പ്രതിജ്ഞ ഏറ്റു ചൊല്ലണം. അപ്പൊ അങ്ങനെ ഉള്ളത് ലഹരി പറ്റിയിട്ടാണ്. ലഹരി മരുന്ന് വളരെ മാരക വിപത്താണ്. നമ്മൾ പറയാറുണ്ട് ലഹരി മരുന്ന് എന്നുള്ള പ്രയോഗം തന്നെ എത്ര വലിയ ഒരു തെറ്റാ. അത് മരുന്നല്ല. ഇപ്പൊ മരുന്നാണെങ്കിൽ മാത്രമേ ലഹരി മരുന്നാവുള്ളൂ. ഒരിക്കലും ലഹരി മരുന്ന് എന്ന് പറയുന്നത് ലഹരി വസ്തു, ലഹരി പദാർത്ഥം, ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കാൻ ഉള്ള ഒരു കാര്യങ്ങൾ കൂടിയാണ്. അപ്പൊ ഈ പ്രതിജ്ഞയിലത്തെ ആദ്യത്തെ വാചകം ലഹരി എത്ര മാരകമായ വിപത്താണെന്ന്. കുട്ടികൾക്ക് ഈ ഇതൊരു അധ്യാപകൻ എന്നോട് പറഞ്ഞ കഥയാണ്. മാരകമായ വിപത്ത് എന്നതിന്റെ അർത്ഥം മനസ്സിലാവില്ല. ശരി, അത് കഴിഞ്ഞിട്ട് ലഹരിയുടെ കരാള ഹസ്തങ്ങളിൽപ്പെട്ട എന്ന് പറയും ആ പ്രതിജ്ഞയുടെ 2ാമത്തെ സെന്റൻസ് എത്തിയപ്പോ എന്തൊരു കരാളഹസ്തം എന്ന് ഉച്ചരിക്കാനേ പറ്റുന്നില്ല, അവരത് കേട്ടിട്ടുമില്ല. അപ്പൊ ഈ കുട്ടികൾക്ക് ഭാരമായിട്ട് താങ്ങാനാവാത്ത മട്ടിലുള്ള ഇത്തരം വാക്കുകൾ ഇങ്ങനെ വന്ന് പ്രതിജ്ഞയായിട്ട് അവരെ കൊണ്ട് ചെലിയിക്കുക എന്ന് പറയുന്നത് എന്തുമാത്രം അവരോട് ചെയ്യുന്ന ഒരു പാതകമാണ്. അതിന്റെ അർത്ഥം തന്നെ മനസ്സിലാവില്ല. ഇങ്ങനെ ചില കാര്യങ്ങളാണ് സർക്കാർ മലയാളത്തിനെ പറ്റി ഞാൻ പറഞ്ഞത്. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ
നമ്മളുടെ ചാനലിൽ തന്നെ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീ പിടിച്ചു എന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിന് തീ പിടിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് ഓട്ടം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സൂചന വരുന്നു. ഓടിക്കൊണ്ടിരിക്കുകയായിരുന്ന ബസ്സിന് തീ പിടിച്ചു എന്നാണോ വേണ്ടത്? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അത്രയും ദീർഘത്തിൽ എഴുതുന്നതിൻ്റെ ഒരു അനൗചിത്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് പോവുകയും ചെയ്യും. എന്താണ്? ഓടുന്ന ബസ്സിന് തീ പിടിച്ചു എന്നായാൽ പൂർണ്ണമായി അത് പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അത് അപ്പൊ ഓടിയായിരുന്നു. ഓടുന്ന ബസ്സിന് തീ പിടിച്ചു. ഓടുന്ന നായയെ കല്ലെറിയരുത്, ഇങ്ങനെയല്ലേ നമ്മൾ പറയാറുള്ളൂ. ഓടിക്കൊണ്ടിരിക്കുന്ന നായയെ, ഇരിക്കുന്ന നായയെ എന്ന അർത്ഥം വരും. ഓടുന്ന നായയെ കല്ലെറിഞ്ഞു എന്നേ വേണ്ടൂ. ഓടുന്ന ബസ്സിന് തീ പിടിച്ചു, ഓടുന്ന കാറിന് തീ പിടിച്ചു, അത്രേ വേണ്ടൂ. ഇത്ര ലളിതമായിട്ട് പറയാവുന്ന ഭാഷയും കൂടിയാണ് മലയാളം. അത് ചെയ്യുന്നില്ല. ഇപ്പൊ അപസ്യം, ഈ കഴിഞ്ഞ കുറി ഒരു ചാനലിൽ എഴുതി കാണിച്ച് അപസ്യം പറഞ്ഞതിന് കേസെടുത്തുന്ന. അപസ്യം പറഞ്ഞാൽ ആരും കേസെടുക്കില്ല, അസഭ്യമാണ് പറയണത്. ഇത് രണ്ടും തെറ്റിപ്പോവാണ് എഴുതുമ്പോഴേ. എത്രയും വേഗം ചാനലിൽ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുക എന്നുള്ള ഈ ഭയങ്കര തത്രപ്പാടിലാണ് ഓരോ ചാനലിന്റെയും ഡെസ്കിലിരിക്കുന്ന ആളും റിപ്പോർട്ടറും. അങ്ങനെ വരുന്നതാണ് ഈ തെറ്റുകൾ. അത് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇങ്ങനെ തെറ്റുകൾ ധാരാളം വരുന്നുണ്ട്. എഴുതി കാണിക്കുന്നതിൽ വലിയ തെറ്റുകൾ. പുസ്തകത്തിന്റെ ശീർഷകം അത് അക്ഷരം പ്രതി. സ്വാഭാവികമായിട്ടും അത് എഴുതുന്ന സമയത്ത് ചിലർക്കെങ്കിലും സംശയം വരും. അക്ഷരം, അതിനുശേഷം ഒരു സ്ഥലം കൊടുത്തതിന് ശേഷം പ്രതി എന്നാണോ വേണ്ടത്? അക്ഷരം പ്രതി എന്നുള്ള ഒറ്റ വാക്കായിട്ട് അത് വരേണ്ടതുണ്ടോ? അക്ഷരം കഴിഞ്ഞിട്ട് ഇടസ്ഥലം കൊടുത്തിട്ട് പ്രതി എന്ന് ചേർത്താൽ അക്ഷരം പ്രതിസ്ഥാനത്ത് വന്നു എന്നുള്ള അർത്ഥം വരുന്നു. അതല്ല, അക്ഷരം പ്രതി ഒറ്റ വാക്കാക്കുമ്പോൾ മറ്റൊരർത്ഥം വരികയും ചെയ്യുന്നു. അങ്ങനെ ഓരോ വാക്കിൻ്റെയും തോളിൽ പിടിച്ച് നിന്നിട്ട് ആ വാക്കിനെ സ്നേഹപൂർവ്വം വിചാരണ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് നിന്ന് പലതരത്തിലുള്ള അർത്ഥസാധ്യതകൾ തെളിഞ്ഞു വരുന്നു. ഒരു പക്ഷേ കുറച്ചുകൂടി ജനകീയമായിട്ട് പറയുകയാണെങ്കിൽ അന്യൻ എന്ന സിനിമയിലെ കഥാപാത്രം ഒരേ സമയം പലതായിട്ട് മാറുന്നത് പോലെ ഓരോ വാക്കിൻ്റെയും ഉള്ളിൽ പലതരത്തിലുള്ള അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. അതിനെ സന്ദർഭോചിതമായിട്ട് പ്രയോഗിക്കുന്നിടത്താണ് ഭാഷ അതിൻ്റെ കൃതാർത്ഥത നേടുന്നത് എന്ന് പറയാമോ? വളരെ ശരിയാണ്. ഈ ഭാഷയുടെ തൊലി ഇങ്ങനെ പൊളിച്ചു നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം അർത്ഥങ്ങളാണ് അതിലൂടെ ഇങ്ങനെ വിടർന്ന് വരിക എന്നുള്ളത് അത്ഭുതമാണ്. ഉദാഹരണത്തിന് ഇതൊന്ന് വാക്കർത്ഥം നോക്കാം. ഈ സുഖം എന്നുള്ള വാക്കിന് സുഷ്ഠുവായ ഖം, അതായത് ആകാശം. ആകാശം തെളിഞ്ഞിരിക്കുന്ന പോലുള്ള അവസ്ഥയാണ് മനസ്സിലെ സുഖം. ദുഃഖം എന്ന് പറയുമ്പോൾ ദുഷ്ടുവായ, അതായത് ദൂഷിതമായുള്ള ഖം എന്ന് പറഞ്ഞ ആകാശം, ദൂഷിതമായ ഖം ആണ് ദുഃഖം. അതായത് ആകാശം തെളിയുകയും അത് ഇരുളുകയും ചെയ്യുന്ന അതേപോലെയാണ് നമ്മുടെ മനസ്സ് ഇരുളുകയും പ്രസന്നമാവുകയും ചെയ്യുന്നത് എന്നുള്ളൊരു അർത്ഥം. ഒരു ആകാശവും മനസ്സും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് വരുന്നില്ലേ. അപ്പൊ ഈ ഓരോ വാക്കിലുമുള്ള കഥയാണ്. വാക്കുകളുടെ ഒരു പ്രയോഗ സാധുത, അക്ഷരവിന്യാസം, പദഘടന, അർത്ഥവും അർത്ഥവ്യത്യാസവും തിരിച്ചറിഞ്ഞുള്ള പ്രയോഗം, ആശയക്കുഴപ്പം വരാത്ത വിധത്തിലുള്ള വാക്യരചന എന്നിങ്ങനെ നിത്യജീവിതത്തിൽ മലയാള ഭാഷ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ലളിതമായും വ്യക്തമായും ഈ പുസ്തകത്തിൽ വിശദമാക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ശ്രീ കെ സി നാരായണൻ്റെ അക്ഷരം പ്രതി എന്നുള്ള പുസ്തകത്തിൻ്റെ 1-ാം പേജിലേക്ക് നമ്മെ ക്ഷണിക്കുന്നത്. വാസ്തവത്തിൽ ഈ പുസ്തകം വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഭാഷാ സാഹിത്യ പ്രേമികൾക്കും പ്രയോജനകരമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷയിലെ ഒരു കൃതി എന്നുള്ള നിലയ്ക്കാണ് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ശ്രീ കെ സി നാരായണൻ്റെ ഈ അക്ഷരം പ്രതി എന്നുള്ള പുസ്തകത്തെ നമ്മൾക്ക് സമീപിക്കേണ്ടത്. നമ്മൾക്ക് ഒരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. ഇടവേളയിലേക്ക് പോയിട്ട് തിരികെ എത്തുമ്പോൾ ശ്രീ കെ സി നാരായണനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇങ്ങനെ ഒരു കോളത്തിലേക്ക് വരാനുള്ള സാഹചര്യത്തെക്കുറിച്ച് താങ്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. നേരത്തെ മഹാഭാരതം ഒരു സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നുള്ള രീതിയിലുള്ള ഗഹനമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. മലയാളിയുടെ രാത്രികൾ എന്നുള്ള പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അങ്ങനെയുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, അതിഗഹനങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള, നിരൂപണപരമായിട്ടുള്ള പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള താങ്കളെ സംബന്ധിച്ചിട്ട് ഈ ഒരു പുസ്തകത്തിലേക്ക് വരുമ്പോൾ ഭാഷാശുദ്ധിയെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നു. നേരത്തെ അത്തരത്തിലുള്ള ഭാഷാശുദ്ധിയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളത് പന്മനയെ പോലുള്ള അവരുടെ ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇതിനു വേണ്ടി ഏതൊക്കെ രീതിയിലുള്ള ഒരു ഹോംവർക്കുകളാണ് താങ്കൾ നടത്തുന്നത്? ഇനി അങ്ങനെ ഹോംവർക്കുകൾ നടത്തേണ്ട ആവശ്യമില്ല, നേരത്തെ പത്രപ്രവർത്തകനായതുകൊണ്ട് അത്തരം കാര്യങ്ങൾ ഉള്ളിൽ ഉണ്ട് എന്നതുകൊണ്ടാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നമ്മൾക്ക് അറിയാനുള്ളത്.
മലയാള ഭാഷ വൃത്തിയായി തെറ്റില്ലാതെ മനോഹരമായിട്ട് പറയണം, സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹായക ഗ്രന്ഥമാണ് ശ്രീ കെ.സി. നാരായണൻ്റെ ഈ പുസ്തകം. ഇതിലെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തകത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് അവതരിപ്പിക്കുന്ന ആളുടെ ഉള്ളിൽ തന്നെ അത്രമേൽ പ്രധാനപ്പെട്ട ഭാഷയെക്കുറിച്ചുള്ളൊരു പുസ്തകമായതുകൊണ്ട് എൻ്റെ വാക്യങ്ങളിൽ ഒരു പിഴവ് പോലും വരരുത് എന്നുള്ള അമിതമായ ഉത്കണ്ഠ എന്നിൽ പ്രവർത്തിക്കുകയും പറയണം, സംസാരിക്കണം എന്നുള്ള ആവർത്തിച്ചിട്ടുള്ള വാക്കുകളൊക്കെ എൻ്റെ ഉള്ളിൽ വരുന്നു. അങ്ങനെ ഭാഷയെക്കുറിച്ച് നമ്മൾ അമിതമായിട്ട് ഉത്കണ്ഠപ്പെടാതെ സ്വാഭാവികമായിട്ട് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നത്. ശ്രീ കെ.സി. നാരായണൻ നമ്മോടൊപ്പം തുടരുന്നു, അക്ഷരം പ്രതിയുടെ രചയിതാവ്. ഈ പുസ്തകത്തിൽ നമ്മൾ ഒന്നാം താൾ മറിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ പുസ്തകത്തിൻ്റെ അക്ഷരങ്ങൾക്ക് മുകളിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ശ്രീ കെ.സി. നാരായണൻ്റെ പ്രസന്നമായിട്ടുള്ള മുഖവും അദ്ദേഹത്തിൻ്റെ സംസാര രീതിയും കാണാൻ കഴിയും അക്ഷരങ്ങളിൽ. എന്താണ് കാര്യമെന്ന് വെച്ചാൽ, അദ്ദേഹം ഈ സംസാരിക്കുന്നത് പോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ രചനാശൈലിയും. അത്രമേൽ ലളിതമായിട്ട്, സരസമായിട്ട്, നർമ്മപ്രധാനമായിട്ടുള്ള ഒരു സംഭാഷണങ്ങളിലൂടെയാണ് പോകുന്നത്. ഓരോ അധ്യായവും ഈ പുസ്തകത്തിലേത് ആരംഭിക്കുന്നത് മലയാള സാഹിത്യത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള, പ്രശസ്തനായിട്ടുള്ള ഒരു എഴുത്തുകാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു പക്ഷേ തനിക്കുള്ള അനുഭവത്തോടുകൂടി ചേർത്തുകൊണ്ട് ഒരു യാത്രയോ മറ്റോ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിലുണ്ടായിട്ടുള്ള രസകരമായ ചില അനുഭവങ്ങളും ചില പ്രസംഗ അനുഭവങ്ങളൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് അതിലുള്ള ഒരു വാക്കിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് പിന്നെ ആ വാക്കിൽ നിന്നുള്ളൊരു യാത്രയാണ്. ആ വാക്കിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുന്ന അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, സവിശേഷമായിട്ട് അത് ഉപയോഗിച്ച സമയത്ത് എന്താണ് അതിൽ ഉള്ള അർത്ഥം, ഇനി മറ്റ് സന്ദർഭങ്ങളിൽ ഏതൊക്കെ അർത്ഥങ്ങൾ വരുന്നു എന്നിങ്ങനെ ഭാഷയുടെ അകത്ത് നിന്നുകൊണ്ടുള്ള സരസമായിട്ടുള്ള ഒരു പദലീലകൾക്കകത്ത്, കേവലമായ പദലീലയല്ല, അത് ഭാഷയുടെ ഔന്നത്യവും അതിൻ്റെ മുന്നോട്ട് പോക്കും ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി എന്തൊക്കെ തരത്തിലുള്ള ഹോംവർക്കുകൾ, ഗൃഹപാഠങ്ങൾ അങ്ങ് ചെയ്യുന്നു? വളരെയധികം ഗൃഹപാഠം ചെയ്യുന്നു എന്നാണ് എൻ്റെ സത്യം. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ ഞാൻ എഴുതാൻ പോകുന്ന ഒരു ഇത് പറയാം. രൂപകം എന്നൊരു സംഗതിയെ പറ്റി എനിക്ക് എഴുതണം. അപ്പോൾ അത് ആദ്യം ചെയ്യുക, ഞാൻ ശബ്ദധാരാവലി എന്നുള്ള ഒരു പ്രമാണ ഗ്രന്ഥമുണ്ടല്ലോ അത് നോക്കും. അപ്പം അതിൽ രൂപകം എന്ന് പറയുമ്പോൾ അതൊരു അലങ്കാരമാണ്, അതിൽ ഇന്നതാണ് ലക്ഷണം എന്നൊക്കെ പറയും. അത് നമുക്ക് പഠിച്ചതാണ്. അതിന് പുറമെ അതിന് പ്രസിദ്ധമായിട്ടുള്ള വേറൊരു അർത്ഥമുണ്ട്. അതായത് രൂപകം എന്ന് പറയുന്നത് ഈ ഡ്രാമ പോലെ, പ്ലേ പോലുള്ള 10 രൂപകങ്ങളിൽ ഒന്നാണ്. ദശരൂപകം എന്ന് പറഞ്ഞിട്ട് സംസ്കൃതത്തിൽ വലിയ ഒരു പുസ്തകം തന്നെ ധനഞ്ജയൻ എന്നൊരാൾ എഴുതിയിട്ടുണ്ട്. അതിൽ 10 വിധത്തിലുള്ള ഡ്രമാറ്റിക് ഫോംസ് ആണ്. ഇപ്പൊ വ്യായോഗം എന്നുള്ളത് ഒരു ഡ്രമാറ്റിക് ഫോമാണ്. അങ്ങനെ ദശരൂപകങ്ങൾ അതിലേക്ക് പോകും. ഇതെങ്ങനെയാ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ആധാരമായിട്ട് ചില സംഗതികൾ പല പുസ്തകങ്ങളും, ഇപ്പൊ ഞാൻ 3 പുസ്തകങ്ങളാണ് ഇതിൽ ആധാരമായിട്ട് എടുക്കുക. ഒന്ന് ശബ്ദധാരാവലി, പിന്നെ കാണിപ്പയ്യൂർ സംഗ്രഹിച്ചുണ്ടാക്കിയ സംസ്കൃത മലയാള നിഘണ്ടു. ചിലപ്പോൾ ഇത് രണ്ടും പോരാനായിട്ട് ഞാൻ ഇതിന്റെ അധികാരമുള്ള വ്യക്തികൾ, ഉദാഹരണത്തിന് കോഴിക്കോട് സർവകലാശാലയിലെ വേണുഗോപാല പണിക്കർ, അദ്ദേഹം ഭാഷാശാസ്ത്രത്തിൽ ഇപ്പൊ കേരളത്തിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും പണ്ഡിതനാണ്. ഇങ്ങനെ അദ്ദേഹത്തോട് കൺസൾട്ട് ചെയ്യും. ഇങ്ങനെ 2-3 സോഴ്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഒന്ന് ഡിക്ഷണറി, അതിൻ്റെ മലയാളം ഡിക്ഷണറി, പിന്നെ സംസ്കൃത മലയാളം ഡിക്ഷണറി, പിന്നെ ഒരു ആധികാരികതയുള്ള ഒരു മനുഷ്യൻ. ഈ 3 ആളോടും ചോദിച്ച് ഇതിന്റെ അർത്ഥത്തിന് ഒരു നിഷ്ഠ ഇന്നതാണെന്ന് വരുത്തിയതിന് ശേഷമാണ് ഇത് എഴുതുക. അപ്പോൾ 2-3 ദിവസം പിടിക്കും ഈ കോളം എഴുതാൻ. അന്ന് വേറൊന്നും ആലോചിക്കാൻ പറ്റില്ല, ഇത് തന്നെ മനസ്സിൽ കിടക്കുള്ളൂ. രണ്ടാമതായിട്ട് ഇങ്ങനെ ഒരു കഥ വേണം. ഈ കഥ എങ്ങനെയാ കിട്ടുക? കഥ ചിലത് എനിക്കറിയുന്നതാണ്, മറ്റ് ഞാൻ പല ആളുകളോടും ചോദിച്ചിട്ടുണ്ടാക്കുന്ന കഥകളാണ്. PK-ന്റെ കഥ മുഴുവൻ എനിക്കറിയില്ല, അതറിയുന്ന ആളുകളോട് ചോദിച്ചു. ഉദാഹരണത്തിന് വിജയകൃഷ്ണൻ, MP വിജയകൃഷ്ണൻ PK-നോടൊപ്പം ഒരുപാട് കാലം ഒപ്പം നടന്നില്ല, അയാളോട് ചോദിക്കുക. അങ്ങനെ പല ആളുകളോടും ചോദിച്ച് ചിലയിടത്ത് ചിലത് എഴുതിയിട്ടുണ്ടാവും. ഇതൊന്നും മാത്രമല്ല, ആളുകൾ വാട്സപ്പിൽ നിരന്തരമായിട്ട് അയക്കും. പിന്നെ വാക്കിന്റെ അർത്ഥം എന്താ, ഉദാഹരണം ഇരിക്കുക, അതല്ല, ഇങ്ങനെ സംശയങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സംശയങ്ങൾക്ക് ഉത്തരം തേടിയാൽ തന്നെ ഒരു സാധാരണ രീതിയിൽ ഒരു ലക്കത്തിലുള്ള മാറ്റർ ആവും. ഇങ്ങനെയാണ് ഞാൻ രസിച്ചും അതേപോലെ അന്വേഷിച്ചും ഒക്കെ ഇത് തയ്യാറാക്കുന്നത്. ഞാനും രസിക്കുന്നുണ്ട്. ഇങ്ങനെ തയ്യാറാക്കി കഴിഞ്ഞു എന്ന് വിചാരിക്കുക. തയ്യാറാക്കി കഴിഞ്ഞു,
പക്ഷേ പിന്നെയും ഒരു പ്രതിസന്ധി ബാക്കിയുണ്ടല്ലോ. അതായത് അങ്ങേയറ്റത്തെ ഭാഷയുടെ ഔന്നത്യത്തിന് വേണ്ടിയും ഭാഷയുടെ സൗകുമാര്യത്തിന് വേണ്ടിയും അതിൻ്റെ തെളിമയ്ക്ക് വേണ്ടിയും ഒക്കെയാണല്ലോ ഇത് ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കോളത്തിൽ ഒരു തരത്തിലുള്ള തെറ്റും വരാനും പാടില്ല, ഭാഷാപരമായിട്ടുള്ള ഒരു തെറ്റും വരാനും പാടില്ല. അങ്ങനെ ഒരു തെറ്റാരും ഇതിൻ്റെ നേരെ ചൂണ്ടിക്കാണിക്കാനും പാടില്ലാത്ത രീതിയിൽ ജാഗ്രതയോടുകൂടി വേണമല്ലോ എഴുതിയതിന് ശേഷവും. എത്ര തവണ അത് വായിച്ച് വീണ്ടും വീണ്ടും നോക്കും? വായിക്കും വീണ്ടും വീണ്ടും വായിച്ച് പിന്നെ അതിന്റെ റീഡബിലിറ്റി ഞാൻ വളരെ നോക്കും. ഇത് വായിക്കുമ്പോൾ സരളമായിട്ട് ആളുകൾക്ക് അത് ഇങ്ങനെ ലയിച്ചങ്ങനെ പോകണം, ആ ഘടനയാവണം. അത് വീണ്ടും വീണ്ടും മാറ്റി എഴുതുക, കടലാസിൽ മാറ്റി എഴുതി തന്നെയാണ്. മൂന്നാമത്തെ കോപ്പിയാണ് ഞാൻ കൊടുക്കണത്. അപ്പോൾ ഒന്നാമത്തെ റഫ്, രണ്ടാമത്തെ അതിന്റെ ഒരു കരട്, പിന്നെ മൂന്നാമത്തെ അസൽ, ഇങ്ങനെ 3 പ്രാവശ്യം മാറ്റി എഴുതും. അത് ഗ്യാപ്പ് വിട്ടിട്ടാണ്, ഒരു ലേശം ഗ്യാപ്പ്, സമയമോ ഒക്കെ ഗ്യാപ്പ് വിട്ടിട്ടാണ് എഴുതുക. അങ്ങനെ എഴുതിയിട്ടാണ് ഞാൻ അത് വീക്കിലേക്ക് അയച്ചു കൊടുക്കുക. ഒരുപാട് പണിയുണ്ട്, ഒരുപാട് പണി എടുക്കുന്നുണ്ട്. ഞാൻ അത് ഫലിക്കുന്നുണ്ട് എന്ന് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. ഈ കഥ കിട്ടാനാണ് വലിയ പാടേ. മറ്റേ ഇപ്പൊ ഗ്രാമർ പാർട്ടൊന്നും ഇപ്പോ എന്താ പറയണ്ടേ, വിഷമമില്ല. കാരണം ഈ വാട്സാപ്പിൽ വരുന്ന വാക്കുകൾ മാത്രം അനലൈസ് ചെയ്താൽ ഇഷ്ടം പോലെ ആയി. ഇപ്പൊ വന്ന് കിടക്കേണ്ട ഒരുപാട് വാക്കുകൾ. പക്ഷെ ഈ കഥയുണ്ടല്ലോ, രസികൻ കഥകള്, അത് കഥ കിട്ടാൻ വലിയ പാടാണ്. അത് കിട്ടാനാണ് ഞാൻ വല്ലാതെ കഷ്ടപ്പെടുന്നത്. അതിൽ ഈ ലക്കത്തിൽ തന്നെ VKN-ഉം OV വിജയനുമായി ബന്ധപ്പെട്ട അതിരസപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് താങ്കൾ സൂചിപ്പിച്ചിട്ടുള്ളത്. അത് തുടങ്ങുന്നത് തന്നെ OV വിജയനെ കളിയാക്കിക്കൊണ്ട് VKN ഒരു കഥ എഴുതുക. അങ്ങനെ ഒന്ന് സങ്കല്പിക്കാനാവുമോ? എന്നാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. സൂര്യനിൽ അല്പം സ്ഥലം എന്നാണ് ആ കഥയുടെ പേര്. ഡൽഹിയാണ് കഥയുടെ പശ്ചാത്തലം. 2 പേരും അക്കാലം ഡൽഹിയിലായിരുന്നല്ലോ. പയ്യൻ കഥകൾ എന്ന ആദ്യ സമാഹാരത്തിൽ ആ കഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് വന്ന VKN കഥകളുടെ സമ്പൂർണ്ണ സമാഹാരത്തിൽ ആ കഥ കാണാനില്ല. VKN തന്നെ അത് പിൻവലിച്ചതാകാം. ഡൽഹിയിലെ ആ സഹവാസകാലം കഴിഞ്ഞ് VKN തിരുവില്വാമലയിലെ വടക്കേക്കൂട്ടാല എന്ന വീട്ടിലേക്ക് തിരിച്ചെത്തി കൃഷിയും റേഡിയോ കേൾക്കലുമായി കഴിഞ്ഞ ആ കാലത്താണ് പിതാമഹൻ അടക്കമുള്ള മിക്ക കൃതികളും എഴുതുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് താങ്കൾ രസകരമായിട്ടുള്ള ആ കഥയിലേക്ക്, അതിൻ്റെ ഏറ്റവും ആവേശകരമായ തമാശയുള്ള രംഗങ്ങളിലേക്ക് വരുന്നത്. ഈ രീതിയിൽ തുടങ്ങിയിട്ട് മുന്നോട്ട് പോകുന്നു. ഇങ്ങനെ പോകാൻ താങ്കളുടെ ഉള്ളിൽ സ്വതേയുള്ള സാഹിത്യ, സ്വതവേ എന്ന വാക്ക് തെറ്റാണ്, അതുകൊണ്ട് ഞാൻ പിന്നീട് തിരുത്തിയിട്ട് സ്വതേ എന്നാക്കുന്നത്. അപ്പോൾ സ്വതേയുള്ള ഒരു സാഹിത്യ മനസ്സും അതേപോലെ തന്നെ പത്രപ്രവർത്തക മനസ്സും പ്രവർത്തിക്കുന്നുണ്ടല്ലോ അല്ലേ? പത്രപ്രവർത്തക മനസ്സിൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പത്രപ്രവർത്തകനല്ലാത്ത ഒരാൾക്ക് ഇപ്പൊ ഗ്രാമർ അവർക്ക് വിദഗ്ധമായിട്ട് എന്നേക്കാൾ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. പക്ഷെ ഒരു പത്രപ്രവർത്തകൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു ജിജ്ഞാസയെമ്പിൽ പിടിച്ച് ഇങ്ങനെ ഒരു കഥയെമ്പിൽ പിടിച്ച് ഒക്കെ ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അത് ഈവൻ മഹാഭാരതത്തിലെ എഴുത്തിൽ പോലും ഉണ്ട്. ഈ കഥയും അതിന്റെ എഴുത്തിന്റെ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്രപ്രവർത്തകൻ അതിൽ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാവും. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എവിടെയൊക്കെ ആ പത്രപ്രവർത്തകൻ കയറി വന്നിട്ടുള്ളത്, ഇല്ലെങ്കിൽ അതിലുള്ളിലുള്ളത്. ആ പത്രപ്രവർത്തകൻ എഡിറ്റർ അല്ലെങ്കിൽ ആ എന്നുള്ള ആ ആള് ഇതിന് ഉടനീളുണ്ട്. ഇപ്പൊ മലയാളിയുടെ രാത്രികളിലൊന്നും പത്രപ്രവർത്തകൻ ഇല്ല. പക്ഷെ ഇപ്പൊ എഴുതുമ്പോ എന്തിലും ഒരു പത്രപ്രവർത്തകൻ കയറി വരും. അത് തോന്നിയിട്ടുണ്ട് എനിക്ക്. പത്രപ്രവർത്തകൻ കയറി വരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ് ഇത്തരം ഒരു പുസ്തകത്തെ സംബന്ധിച്ചല്ലേ? അതെ, ഇത് തീർച്ചയായിട്ടും പത്രപ്രവർത്തകന്റെ ആ കത്രികയും ആ ജാഗ്രതയും ടു ദ പോയിന്റ് ആവാനുള്ള വ്യഗ്രതയും ഒക്കെയാണ് ഈ പുസ്തകത്തിനെ ആകർഷകമാക്കുന്നത്. പിന്നെ ഇത് ആളുകൾ വായിക്കണം, ആളുകളെ കൊണ്ട് വായിപ്പിക്കണം എന്ന് എനിക്ക് വാശിയുണ്ട്. ഞാൻ എത്ര പ്രാവശ്യം അതിന് വേണ്ടി എത്തിക്കണം. ഈ മലയാള മനോരമയിൽ തോമസ് ജേക്കബ് ചിലപ്പോൾ നല്ലതെന്ന് പറയും, ചിലപ്പോൾ ഇത് വേറൊന്ന് വിധത്തിലായി ആവാമായിരുന്നു എന്ന് പറയും. അദ്ദേഹം ഇത് ആദ്യം വായിച്ചിട്ട് നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ അറിയിക്കുന്ന ഒരാളാണ്. അദ്ദേഹം ഒരു കോളമിസ്റ്റുമാണ്. അദ്ദേഹത്തിന് അപാരമായ ഓർമ്മശക്തിയും കഥകളും ഒക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പറയുമ്പോ പലതും ഞാൻ നോട്ട് ചെയ്യും. അത് ഒരു വഴികാട്ടി പോലെ എനിക്ക് പ്രവർത്തിക്കാറുണ്ട്. ഈ സാമൂഹ്യ മാധ്യമമായ വാട്സാപ്പിലൂടെയും മറ്റും താങ്കൾക്ക് ഓരോരോ വാക്കുകളുടെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ ഇപ്പോഴത്തെ അർത്ഥത്തെക്കുറിച്ചും ഒക്കെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് വരുന്ന സന്ദേശങ്ങൾ ലഭിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. അതേ സമയത്ത് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ദുരുപയോഗം മൂലമുള്ള ഭാഷയ്ക്ക് വന്നിട്ടുള്ള ചില ഗതികേടുകളും ഇപ്പോൾ ഉണ്ടല്ലോ.
അതിനെയൊക്കെ പരിഹരിക്കാൻ ഒരു പരമ്പരാഗത രീതിയിലുള്ള ഗൗരവ പ്രകൃതിയായിട്ടുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടെങ്കിൽ എവിടെയും എത്തില്ല എന്നുള്ള ഉത്തമ ബോധ്യം താങ്കൾക്ക് ഉണ്ടാവും. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഒരു സരസമായ രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നത് അല്ലേ? അത് തീർച്ചയായിട്ടും ഗ്രാമറാണ് പറയണെന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഭയങ്കര മുഖംതിരിക്കല. ഓ, ഇയാള് ഗ്രാമർ പറഞ്ഞിട്ടുണ്ട്, നമ്മളിപ്പോ കാര്യമുണ്ടോ? അപ്പൊ ഇത് ഗ്രാമർ അല്ല, ഗ്രാമർ അല്ല, ഗ്രാമർ അല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം, എന്നിട്ട് ഗ്രാമർ കൊടുക്കണം. ഇതാണ് ഞാൻ ചെയ്യുന്നത്. ഈ കുട്ടികൾക്കൊക്കെ ഈ മരുന്ന് കൊടുക്കുന്നില്ലേ, അങ്ങനെ ഈ മലയാള ഭാഷയ്ക്കുള്ള ഒരു ദുരിതം എന്താ വെച്ചാൽ അതിന്റെ ഗ്രാമർ എന്നുള്ളത് ഗ്രാമറാന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ആളുകൾ എല്ലാവരും അതിന് ഓടി ഒളിക്കും. അത് ഞാൻ കണ്ടിട്ടുള്ളതാ. ഗ്രാമർ പറയാൻ തുടങ്ങിയാൽ ഒരാളും കേൾക്കില്ല. ഇപ്പൊ എത്രയോ ഗംഭീര ഭാഷാ പണ്ഡിതന്മാരൊക്കെ ഉണ്ട്. ഇപ്പൊ ഡേവിസ് പാല എന്ന് പറഞ്ഞ ആളുണ്ട്. അദ്ദേഹം വലിയ പണ്ഡിതനാണ്, യുവാവാണ്. അദ്ദേഹം വളരെ സ്കോളറാണ്. അദ്ദേഹത്തിന്റെ പദവിജ്ഞാന കോശം എന്നിട്ട് നിഘണ്ടുണ്ട്, അസല് പുസ്തകം. അത് സീരിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും, അത് പെട്ടെന്ന് ആളുകൾ പേജ് മറിക്കുക. അത് ഉപയോഗം ഇല്ലാത്തതുകൊണ്ടല്ല, അത് അത്ര ആളുകൾക്ക് പറ്റില്ല. പക്ഷെ എൻ്റെത് അങ്ങനെയല്ല. പദവിജ്ഞാന കോശത്തിലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേര് ഉദ്ധരിച്ചുകൊണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ സരസമായിട്ട് വായിക്കും. അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു, ഇത് എനിക്കും കൂടി ഉപകാരപ്രദമാവുണ്ട് കേട്ടോ എന്ന്. അപ്പൊ അങ്ങനെയാണ്. പണ്ഡിതനോ പാമരനോ എന്നുള്ളതല്ല, ഇത് രസകരമാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു വലിയ ജോലി. അക്ഷരം പ്രതി എന്ന ഈ പുസ്തകം മലയാള ഭാഷയിലും സാഹിത്യത്തിലും ഇനി നിൽക്കാൻ പോകുന്നത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു എളിയ നിരീക്ഷണം എന്ന് പറയുന്നത്, മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിട്ടുള്ള സരസമായ ഒരു ചരിത്രം, ഒപ്പം തന്നെ അതിന് സമാന്തരമായിട്ട് നമ്മുടെ ഭാഷ ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ലാളിത്യത്തിലൂടെ സുഗമമായിട്ട് മുന്നോട്ട് പോകേണ്ടത് എന്ന് നമ്മെ കൃത്യമായിട്ട് അടുത്തിരുത്തി സ്നേഹിച്ച് തലോടിക്കൊണ്ട് പഠിപ്പിച്ചു തരുന്ന ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്ക് ഒരു തരത്തിൽ അത് വിദ്യാർത്ഥികൾക്ക് എന്ന് മാത്രമല്ല, ഭാഷയിൽ ജീവിക്കുന്ന, ഭാഷയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന എല്ലാ മലയാളിക്കും ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഒരു പുസ്തകം എന്നുള്ള നിലയ്ക്കാണ് അക്ഷരം പ്രതി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അത് വാരികയിൽ നിരന്തരം തുടർച്ചയായിട്ട് പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ തന്നെ അതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്വീകാര്യതയും ജനപ്രിയതയും ഈ പുസ്തക രൂപത്തിൽ വന്നിരിക്കുന്ന അക്ഷരം പ്രതിക്കും ഉണ്ടാവട്ടെ. അതിന് അനവധി പതിപ്പുകൾ ഉണ്ടാവട്ടെ. അനവധി പതിപ്പുകൾ ഉണ്ടാവുന്നത് എഴുത്തുകാരൻ്റെ ഉന്നതിക്ക് വേണ്ടി മാത്രമല്ല, ഭാഷയുടെ ഔന്നത്യത്തിന് വേണ്ടി കൂടിയാണ് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ ഒരു സന്തോഷം. ഈ നിമിഷങ്ങളിൽ നമ്മോടൊപ്പം അക്ഷരം പ്രതിയുമായി ഹാജരായ ശ്രീ KC നാരായണന് നന്ദി പറയട്ടെ. അങ്ങേയറ്റം നന്ദി ബനേഷ്. ഇത് ഈ പുസ്തകത്തിന് കിട്ടിയ വലിയ പ്രമോഷനും കൂടിയാട്ടോ. അതിന് ഞാൻ നന്ദി പറയുന്നു.